മധ്യപ്രദേശിലെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച 6 കുട്ടികൾക്ക് HIV സ്ഥിരീകരിച്ചു. സത്ന ജില്ലാ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച കുട്ടികൾക്കാണ് HIV സ്ഥിരീകരിച്ചത്. തലാസീമിയ എന്ന ജനിതക രോഗം ബാധിച്ച കുട്ടികൾക്കാണ് HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 8ഉം 14ഉം വയസ്സിനിടയിലുള്ള കുട്ടികൾക്കാണ് HIV ബാധ സ്ഥിരീകരിച്ചത്. തലാസീമിയ ബാധിച്ചവർക്ക് ഇടയ്ക്കിടെ രക്തം നൽകേണ്ടതുണ്ട്. ഇങ്ങനെ രക്തം സ്വീകരിച്ച കുട്ടികളിലാണ് രോഗബാധ ഉണ്ടായത്. 4 മാസം മുൻപാണ് കുട്ടികൾ ഈ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ചതെന്നാണ് വിവരം. എന്നാൽ ഹോസ്പിറ്റലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കുട്ടികളുടെ മാതാപിതാക്കൾ രംഗത്ത് വന്നതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. ഇവർക്ക് പുറമെ ഒരു 3 വയസ്സുകാരിക്കും HIV സ്ഥിരീകരിച്ചു. കുട്ടിയുടെ മാതാപിതാക്കളും പോസിറ്റീവാണ്. ഇവരിൽ നിന്നാകാം കുട്ടിയും പോസിറ്റീവായതെന്നാണ് നിഗമനം. രോഗബാധയുടെ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നുവെന്ന് ഒരു മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിക്കുന്നുണ്ട്. 4 മാസം മുൻപ് പരിശോധന നടത്തിയപ്പോൾ എല്ലാ കുട്ടികളും നെഗറ്റീവായിരുന്നു. എന്നാൽ വീണ്ടും നടത്തിയ പരിശോധനകളിലാണ് കുട്ടികൾ പോസിറ്റീവായത്. ആരുടെ പക്കൽ നിന്നാണ് കുട്ടികൾ രക്തം സ്വീകരിച്ചതെന്ന് അധികൃതർ അന്വേഷിച്ചു വരികയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ മധ്യപ്രദേശ് ആരോഗ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായ രാജേന്ദ്ര ശുക്ല ഉത്തരവിട്ടു. ഇതിനായി പ്രത്യേക സമിതിയെയും നിയോഗിച്ചു. രക്തം നൽകിയവർക്ക് പുറമെ ടെസ്റ്റിംഗ് കിറ്റുകളിലെ പിഴവിനെ പറ്റിയും അന്വേഷണം നടത്തുമെന്ന് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് ഇൻചാർജായ ദേവേന്ദ്ര പട്ടേൽ അറിയിച്ചു. കുട്ടികൾ 70 മുതൽ 100 തവണ വരെ രക്തം സ്വീകരിച്ചവരാണ്. അത്തരം സാഹചര്യങ്ങളിൽ HIV പകരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല ആളുകളിൽ നിന്നാണ് രക്തം സ്വീകരിക്കുന്നത്. ടെസ്റ്റിംഗ് കിറ്റിലൂടെ നേരത്തെ അസുഖം കണ്ടെത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നതും പരിശോധിക്കുമെന്നും ദേവേന്ദ്ര പട്ടേൽ പറഞ്ഞു. സംഭവം നടന്ന് 4 മാസമായിട്ടും ഇതുവരെ രക്തം നൽകിയവരിൽ 50% ആളുകളെ മാത്രമാണ് കണ്ടെത്താനായത്. പലരും വ്യാജ മൊബൈൽ നമ്പറും വിലാസവും നൽകിയാണ് രക്തദാനം നടത്തിയത് എന്നതാണ് പ്രതിസന്ധിയിലാക്കുന്നത്.